അള്ളാഹുവിനോട് അവർ അവരുടെ ശിക്കായത്ത്, അവരുടെ ആവലാതി പറയുന്നു. അപ്പോൾ ഭാരങ്ങൾ ഇറക്കി വെക്കേണ്ടതും സഹായം തേടേണ്ടതും റബ്ബിനോട് മാത്രം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാടില്ല. അതാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നമ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ സങ്കടവും പ്രയാസവുമെല്ലാം ശിക്കായത്ത് പറയുന്നത്, ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. എന്നിട്ടാണ് റബീഉൽ അവ്വലിൽ മങ്കൂസ് മൗലിദിൽ റസൂലുള്ളാഹിനോട് ശിക്കായത്ത് പറയുന്നത്. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിരിക്കുന്നു. ലക അഷ്കൂ ഫീഹി, ആ പാപങ്ങളുടെ കാര്യത്തിൽ ഞാൻ താങ്കളോട് മാത്രമാണ് ആവലാതി പറയുന്നത്. സയ്യിദി ഖൈറൻ നബി, എൻ്റെ നേതാവും നബിമാരിൽ ഉത്തമരുമായ മുഹമ്മദ് നബിയെ. അള്ളാഹുവിനോട് പറയേണ്ട ശിക്കായ, അള്ളാഹുവിനോട് പറയേണ്ട ദുആ നബിയോട് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്. പല ആളുകൾ അതിൻ്റെ അർത്ഥം അറിയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇത് കൂലിട്ടുന്നെന്തോ ബൈത്താണെന്ന് വിചാരിച്ചിട്ട്, ഇത് നബിയും സഹാബികളൊക്കെ ചൊല്ലിയതാണെന്ന് വിചാരിച്ചിട്ട്. ഒരിക്കലുമല്ല. ഇത് വളരെ പിൽക്കാലത്ത് ആരോ ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയതാണ്. ഈ മൗലിദും റാത്തീബും ഖുതുബിയ്യത്തുമെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സഹാബത്ത് പാലിച്ച ദീനിൽ ഇതുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അള്ളാഹുവിനോട് മാത്രമേ തേടിയിരുന്നുള്ളൂ.